Hi friends, welcome to Point Academy. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് മിക്സ്ചർ ആൻഡ് അലിഗേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. സോ ആദ്യം നമുക്ക് എന്താണ് മിക്സ്ചർ, എന്താണ് അലിഗേഷൻ എന്ന് നോക്കാം. മിക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഷുഗർ സൊല്യൂഷൻ ഉണ്ടാക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ എന്തൊക്കെ ആവശ്യങ്ങളുണ്ട്? ഷുഗർ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റും വാട്ടർ എന്ന് പറയുന്ന ഇൻഗ്രീഡിയൻറ്റും നമുക്ക് ആവശ്യമുണ്ട്. ഇതിനെ രണ്ടിനെയും പ്രത്യേക രീതിയിൽ ഒരു അളവിൽ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇതിനെ സൊല്യൂഷനിലേക്ക് ചേർക്കുന്നതിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ അത് ഏത് രീതിയിലാണെങ്കിൽ എത്ര രീതിയിലുള്ള എത്ര ക്വാണ്ടിറ്റി എടുത്തിട്ടാണ് നമ്മൾ ഇതിനെ ഈ ഒരു മിക്സറിനെ ഫോം ചെയ്ത് എന്നുള്ള രീതിയിൽ പറയുന്ന കാര്യങ്ങളാണ് മിക്സറിൽ നമ്മൾ പറയുന്നത്. ആൻഡ് ഈ മിക്സർ പോലെയുള്ള പ്രോബ്ലങ്ങൾ ഫാസ്റ്റ് ആയിട്ട് എത്രയും ഈസി ആയിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് രീതിയിൽ നമ്മൾ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അലിഗേഷൻ എന്ന് പറയുന്നത്. അലിഗേഷൻ എന്ന് പറയുന്നത് ഒരു പഴയ അല്ലെങ്കിൽ ഓൾഡ് മെത്തേഡ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ് ആണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ ബാങ്കിങ് ആസ്പിരൻസ് എന്നുള്ള രീതിയിൽ നമ്മൾ മാത്സിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ പറ്റണം. സോ ഈ അലിഗേഷൻ എന്ന് പറയുന്നത് ഫാസ്റ്റ് മെത്തേഡ് ഓഫ് സോൾവിങ് ആണ്. നമുക്ക് ഇക്വേഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ട, ഈസി ആയിട്ട് അതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് സമയം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, അതുകൊണ്ട് തന്നെ ഞാനും സമയം ചെലവഴിക്കുന്നില്ല. ലെറ്റ്സ് ഗോ ടു ഡിസ്കസ് ഇൻ ദ ക്ലാസ്. അലിഗേഷന്റെ ബേസിക് റൂൾ നമുക്ക് നോക്കാം. അലിഗേഷനിൽ നമുക്ക് ഒരു ബിഗ്ഗർ വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു സ്മോളർ വാല്യൂ ഉണ്ടാവും, അതുപോലെ തന്നെ ഒരു മീൻ വാല്യൂ ഉണ്ടാവും. ബിഗ്ഗർ വാല്യൂവിനെ ബി ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, സ്മോൾ വാല്യൂവിനെ എസ് ആയിട്ട് കൺസിഡർ ചെയ്യാം, മീൻ വാല്യൂവിനെ എം ആയിട്ട് കൺസിഡർ ചെയ്യാം. ഈ മൂന്ന് വാല്യൂസ് ആണ് നമുക്ക് ഉണ്ടാവുക. സോ അലിഗേഷനിൽ ആദ്യം എന്നോട് പറയാണ്, ഇപ്പം ഒരു ബോയ്സിന്റെ ആവറേജ് എന്താണ്, ബോയ്സിന്റെ ആവറേജ് അതുപോലെ തന്നെ ഗേൾസിന്റെ ആവറേജ് തന്നു. അപ്പൊ ബോയ്സിന്റെ ആവറേജ് ഞാൻ ബി, അതായത് ബോയ്സിന്റെ ആവറേജ് ആണ് വലിയ വാല്യൂ എങ്കിൽ ഞാൻ അതിനെ ബി ആയിട്ട് കൺസിഡർ ചെയ്യും. സോ ഞാൻ ഇവിടെ എന്ത് എഴുതി, ബി ആയിട്ട് കൺസിഡർ ചെയ്തു. ഗേൾസിന്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ എസ്, ചെറിയ വാല്യൂ ആണ്, അപ്പൊ ഞാൻ അതിനെ എസ് ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് പറഞ്ഞു ആ ക്ലാസ്സിലെ മൊത്തം ആവറേജ് എന്ന് പറയുന്നത് എം ആണ്, അഥവാ മീൻ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ക്ലാസിന്റെ ടോട്ടൽ ആവറേജ് എന്ന് പറയുന്നത് മീൻ അല്ലെങ്കിൽ രണ്ടിന്റെയും കൂടെ ആവറേജ് അല്ലേ, അത് ഞാൻ എവിടെ എഴുതും, സെന്ററിൽ എം എന്ന് എഴുതും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ വലിയ വാല്യൂ ഏതാണ്, ബി ആണ്, ചെറിയ വാല്യൂ എസ് ആണ്. ഈ എം എന്ന് പറയുന്ന വാല്യൂ ഈ വലുതിന്റെയും ചെറുതിന്റെയും ഇടയിലുള്ള വാല്യൂ ആയിരിക്കും. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, എപ്പോഴും വലുതിൽ നിന്നും ചെറുത് കുറയ്ക്കാം. കുറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ക്രോസ് ആയിട്ട് കുറയ്ക്കാൻ പാടുള്ളൂ. ഇതാണല്ലോ ഇപ്പൊ ഇവിടെ വലിയ വാല്യൂ, വലുതിൽ നിന്നും ചെറുത് കുറച്ച് നമ്മൾ എവിടെ എഴുതും, ബി മൈനസ് എം, ഇവിടെ ക്രോസ് ആയിട്ട് എഴുതും. പിന്നെ ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ വലിയ വാല്യൂ ഇതായിരിക്കും, എം മൈനസ് എസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, എം മൈനസ് എസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എഴുതും, ഇവിടെ എഴുതും. ഒന്ന് ആലോചിച്ച് നോക്ക്, വലുതിന്റെയും ചെറുതിന്റെയും ആവറേജ് ആണ് എം. സോ ബിഗിന്ന് ഇതും കമ്പയർ ചെയ്യുമ്പോൾ ഇതാണ് വലുതെങ്കിൽ പിന്നെ ആവറേജ് അല്ലേ, ആവറേജ് ഇതായിരിക്കും വലുത്. അപ്പൊ എം മൈനസ് എസ് എവിടെ എഴുതും, ഇവിടെ എഴുതും. നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം കിട്ടുന്നത് എന്തായിരിക്കും, റേഷ്യോയിലായിരിക്കും. ഇതിന്റെ രണ്ടിന്റെയും റേഷ്യോ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ ഇതിന് നമുക്ക് എന്ത് ചെയ്യാം, Q1 ഈസ് Q2 എന്ന് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. സോ ഇത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോൾ മനസ്സിലാവും. ഈസി വേ ഓഫ് സോൾവിങ് മെത്തേഡ് ആണ്. സോ നമുക്ക് ഇതിനെ ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്യാം. In a mixture of milk and water of the volume of 60 liters, the ratio of milk and water is 7:5. അതായത് ഒരു മിക്സ്ചർ ഉണ്ട്, അവിടെ മിൽക്കും വാട്ടറും ഉണ്ട്. അവിടെ 60 ലിറ്റർ ഈ മിക്സ്ചറിൽ എന്തൊക്കെയാണുള്ളത്, മിൽക്കും വാട്ടറും 7:5 എന്ന് പറയുന്ന റേഷ്യോയിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ how much quantity of water will be added to make the mixture of equal ratio? അല്ലെങ്കിൽ മിക്സ്ചറിനെ ഈക്വൽ റേഷ്യോയ്ക്ക് മേക്ക് ചെയ്യാൻ എത്ര ലിറ്റർ ക്വാണ്ടിറ്റി വാട്ടർ ആഡ് ചെയ്യണം എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോൾവ് ചെയ്യാം. നമുക്കിവിടെ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 60 ലിറ്റർ അല്ലെ, 60 ലിറ്റർ മിക്സ്ചർ ഉണ്ട്. ഈ മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്, വാട്ടർ ഉണ്ട്, മിൽക്ക് ഉണ്ട്, വാട്ടർ അല്ലെ. ആദ്യം മിൽക്കും വാട്ടറും എന്ത് ചെയ്താലും സെയിം ആണ്, മിൽക്കും വാട്ടർ. റൈറ്റ്, ഓക്കെ. എന്ത് റേഷ്യോയിലാണുള്ളത്, 7:5. മിൽക്കും വാട്ടറും 7:5 എന്ന് പറയുന്ന റേഷ്യോയിലാണുള്ളത്. 7:5 എന്ന് പറഞ്ഞാൽ എന്താണ്, 7 യൂണിറ്റും 5 യൂണിറ്റും. അപ്പൊ ടോട്ടൽ എത്ര യൂണിറ്റ് ഉണ്ട് ഇവിടെ, ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 + 5 12 യൂണിറ്റ് ആണ് ഇവിടെ ടോട്ടൽ മിൽക്ക് ആൻഡ് വാട്ടർ. ഈ മിക്സ്ചറിൽ ആരൊക്കെയുണ്ട്, മിൽക്കും വാട്ടറും മാത്രമല്ലേ ഉള്ളൂ. സോ എനിക്ക് പറഞ്ഞൂടെ, ഈ 12 യൂണിറ്റ് എന്ന് പറഞ്ഞത് ആരാണ്, ഈ 60 ലിറ്റർ ആണ്. അപ്പം ഒരു യൂണിറ്റിന്റെ വാല്യൂ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ, 12 യൂണിറ്റിന്റെ വാല്യൂ ആണ് 60. അപ്പൊ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 60/12. 12ന്റെ എന്ത് മൾട്ടിപ്പിൾ ആണ് 60 എന്ന് പറയുന്നത്, 12 × 5 ആണ് 60. സോ 60/12 എനിക്ക് എന്ത് കിട്ടും, 5. അപ്പൊ ഒരു യൂണിറ്റിന്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടി, 5 എന്ന് കിട്ടി. അങ്ങനെയാണ് ഇവിടെ ടോട്ടൽ എത്ര മിൽക്ക് ഉണ്ടെന്ന് എനിക്ക് പറഞ്ഞൂടെ, 7 യൂണിറ്റ്, 7 × 5 35. 5 യൂണിറ്റ് വാട്ടർ അല്ലെ, എത്ര വരും, 5 × 5 എനിക്ക് എത്ര കിട്ടും, 25. സോ 35 ലിറ്റർ മിൽക്കും 25 ലിറ്റർ വാട്ടറുമാണ് എനിക്ക് എവിടെ ഉള്ളത്, ഈ ഒരു മിക്സ്ചറിലുള്ളത്. എന്നിട്ട് എന്റെ ചോദ്യം ഇതാണ്, how much quantity of water
will be added to make the mixture in equal ratio. മിക്സറിൽ വാട്ടറും മിൽക്കും ഉണ്ട്, അത് ഈക്വൽ റേഷ്യോ. ഈക്വൽ റേഷ്യോ എന്ന് പറയുമ്പോൾ എന്ത് വരണം? 1:1 എന്ന് പറയുന്നത് ഈക്വൽ റേഷ്യോ അല്ലെ. മിൽക്കും 1 യൂണിറ്റ് ആവണം, വാട്ടറും 1 യൂണിറ്റ് ആവുമ്പോൾ മാത്രമേ ഇവിടെ എന്താവും? ഈക്വൽ റേഷ്യോ ആവും. ഓക്കെ, സോ എന്താ ഞാൻ ആഡ് ചെയ്യുന്നത്? വാട്ടർ മാത്രം. മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സോ മിൽക്ക് ഞാൻ 35 ലിറ്റർ ആണ് ആദ്യം ഉണ്ടെങ്കിൽ ഇപ്പോഴും എനിക്ക് എത്ര ലിറ്റർ മിൽക്ക് ഉണ്ടാവും? 35 ലിറ്റർ തന്നെ, കാരണം ഒന്നും ആഡ് ചെയ്യുന്നില്ല. സോ 35 എന്ന് പറയുന്നത് എന്താണ്? ഫൈനൽ 1:1 അല്ലെ, ഒരു യൂണിറ്റ് കിട്ടണം. അപ്പം ഈ ഫൈനൽ മിക്സറിൽ 1 യൂണിറ്റ് ആണ് മിൽക്ക് എങ്കിൽ 1 യൂണിറ്റിന്റെ വില എന്ത് കിട്ടണം? എനിക്ക് 35 എന്ന് കിട്ടണ്ടേ അല്ലെ? അങ്ങനെയാണെങ്കിൽ 1:1 വരണമെങ്കിൽ ഈ വാട്ടറും എന്ത് വരണം? 1 യൂണിറ്റ് എന്ന് പറയുന്നത് 35 തന്നെ വരണ്ടേ. ഇവനും 35, വാട്ടറും 35, മിൽക്ക് 35 ആയാലും 1:1 ആവും. ഇവിടെ എനിക്ക് എത്രയേ ഉള്ളൂ? വാട്ടർ 25 ലിറ്റർ. 25 ലിറ്റർ ഞാൻ എന്താക്കി മാറ്റണം? 35 ലിറ്റർ ആക്കി മാറ്റണം. എങ്ങനെ? 1:1 എന്നുള്ള റേഷ്യോയിലേക്ക് വരാൻ. അപ്പൊ എത്ര ലിറ്റർ വാട്ടർ ഞാൻ ആഡ് ചെയ്യണം? 25 35 ആവണമെങ്കിൽ 10 ലിറ്റർ വാട്ടർ ഞാൻ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. സോ ഓപ്ഷനിലേക്ക് നോക്ക്. ഓപ്ഷൻ എ 8 ലിറ്റർ, ഓപ്ഷൻ ബി 10 ലിറ്റർ അല്ലെ. ഓപ്ഷൻ ബി എന്ന് നമുക്ക് കിട്ടും, ആൻസർ കിട്ടും. റൈറ്റ്. സോ നമുക്ക് അടുത്ത പ്രോബ്ലം നോക്കാം. In a mixture of milk and water of the volume of 30 liter, the ratio of milk and water is 8:7. 30 ലിറ്ററിൽ മിൽക്കും വാട്ടറും ഉണ്ട്, എന്ത് റേഷ്യോയിലാണ്? 8:7. ഓക്കെ, ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ് ഇൻ ദ മിക്സ്ചർ ടു മേക്ക് റേഷ്യോ 4:5? എത്ര ലിറ്റർ വാട്ടർ ഒഴിച്ചാൽ ഇതിന്റെ റേഷ്യോ 4:5 ആയിട്ട് മാറും എന്നുള്ളതല്ലേ ചോദ്യം. മുമ്പത്തെ പ്രോബ്ലത്തിനെ പോലെ തന്നെയാണ്. സോ നമുക്കിവിടെ എത്രയുണ്ട് മിക്സ്ചർ? 30 ലിറ്റർ ആണ് ഇവിടുത്തെ എന്ത് ടോട്ടൽ മിക്സ്ചർ എന്ന് പറയുന്നത്. ഈ മിക്സ്ചറിൽ എന്തൊക്കെയുണ്ട്? മിൽക്കും ഉണ്ട്, എന്തും കൂടെ ഉണ്ട്? വാട്ടറും ഉണ്ട് അല്ലെ. എന്ത് റേഷ്യോയിലാണ് മിൽക്കും വാട്ടറും? 8:7. 8:7. ഇവിടെ 8 യൂണിറ്റും ഇവൻ 7 യൂണിറ്റും അല്ലെ. സോ ഇവിടെ ടോട്ടൽ മിക്സ്ചർ എന്ന് പറയുമ്പോൾ മിൽക്കും വാട്ടറും 8+7 ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 യൂണിറ്റ് കിട്ടും. ഈ 15 യൂണിറ്റ് ആണ് ആര്? മിക്സ്ചർ. മിക്സ്ചർ എത്രയാണ്? 30 ലിറ്റർ. അപ്പൊ എനിക്ക് 1 യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ? ഈ 15 യൂണിറ്റിന്റെ വിലയാണ് എന്ത്? 30 ലിറ്റർ എന്ന് പറയുന്നത്. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 30/15 എനിക്ക് എന്ത് കിട്ടും? 2 ലിറ്റർ എന്ന് കിട്ടില്ലേ. 1 യൂണിറ്റിന്റെ വില 2 ലിറ്റർ ആണെങ്കിൽ എത്ര മിൽക്ക് ഉണ്ട് ഇവിടെ? 8 യൂണിറ്റ്. 8 × 2 എനിക്ക് എന്ത് കിട്ടും? 16 ലിറ്റർ. എത്ര വാട്ടർ ഉണ്ട്? 7 യൂണിറ്റ്. 7 × 2 14 ലിറ്റർ അല്ലെ. മിൽക്കും വാട്ടറും എനിക്ക് കിട്ടി 16:14 അല്ലെ, ലിറ്ററിൽ കിട്ടി. ഓക്കെ, ഇനി എന്താ എനിക്ക് വേണ്ടത്? ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ്? ഇത് മിൽക്കാണ്, ഇത് വാട്ടർ ആണ് അല്ലെ. ഹൗ മച്ച് വാട്ടർ ഷുഡ് ബി ആഡഡ്? എത്ര വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടണം? റേഷ്യോ 4:5 അല്ലെ. എന്തായിട്ട് മാറണം? 4:5 എന്ന് പറയുന്ന റേഷ്യോയിലേക്ക് ഞാൻ എന്താക്കണം? മാറ്റണം. ഇപ്പം വാട്ടർ മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ, മിൽക്ക് ആഡ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഇവിടെ 16 ലിറ്റർ ആണെങ്കിൽ പുതിയ അല്ലെങ്കിൽ ലാസ്റ്റ് 4:5 എത്ര മിൽക്ക് ഉണ്ടാവും? 16 ലിറ്റർ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ റേഷ്യോ മാറാനുള്ള കാരണം എന്താണ്? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 ലിറ്റർ ആയിരിക്കില്ലേ അല്ലെ. ഈ 4 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 16 ലിറ്റർ ആയിരിക്കും. അപ്പൊ എനിക്ക് 1 യൂണിറ്റ് കണ്ടുപിടിച്ചൂടെ? 4 യൂണിറ്റിന്റെ വില 16 ലിറ്റർ ആണെങ്കിൽ 4 യൂണിറ്റിന്റെ വില 16 ലിറ്റർ ആണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 16/4 എനിക്ക് എന്ത് കിട്ടും? 4 ലിറ്റർ എന്ന് കിട്ടും. അപ്പൊ 1 യൂണിറ്റിന്റെ വില ഇവിടെ 4 ലിറ്റർ ആണെങ്കിൽ 5 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 5 × 4 എത്ര കിട്ടും? 20 ലിറ്റർ എന്ന് കിട്ടും അല്ലെ. ക്ലിയർ? 1 യൂണിറ്റ് വില 4 ആണെങ്കിൽ 5 യൂണിറ്റ് 20 ലിറ്റർ. അപ്പൊ എനിക്കറിയാം 16 ലിറ്റർ ആയിരുന്നു പണ്ട് ഉണ്ടായിരുന്നത്. 16 ഞാൻ ഇപ്പൊ എന്താക്കി മാറ്റണം? 20 ലിറ്റർ ആക്കി മാറ്റണം. 14 20 ലിറ്റർ ആക്കി മാറ്റണമെങ്കിൽ ഞാൻ എത്ര ലിറ്റർ വാട്ടർ ഒഴിക്കണം? 6 ലിറ്റർ വാട്ടർ ഒഴിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എത്ര കിട്ടും? ഓപ്ഷൻ എ 6 ലിറ്റർ. ഇൻ വാട്ട് റേഷ്യോ മസ്റ്റ് oil at rupees 62 per kg be mixed with oil rupees 72 per kg so that the mixture must be worth rupees 64.50 per kg എന്നുള്ളതല്ലേ ചോദ്യം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? റേഷ്യോ ആണ് അല്ലെ. സോ നമുക്കറിയാം അലിഗേഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ എന്താന്നുള്ളത്. നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? In what ratio must oil rupees 62? അപ്പം ഒരു ഓയിലിന്റെ വില എന്ന് പറയുന്നത് എത്രയാണ്? 62 അല്ലെ. 62. രണ്ടാമത്തെ കണ്ടീഷനിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? മിക്സ്ഡ് വിത്ത് അതർ ഓയിൽ എത്രയാണ്? 72 rupees per kg. 72 rupees per kg ആണ് അടുത്ത ഓയിൽ അല്ലെ. എ ഇത് ബി ഇത്. ഓക്കെ, എന്നിട്ട് എന്ത് പറഞ്ഞു? മിക്സ്ചർ മസ്റ്റ് ബി റോത്ത് 64. മിക്സ്ചർ എത്രയാണ്? എന്റെയും ബിന്റെയും മിക്സ്ചർ എത്രയാണ്? അതിന്റെ മിഡിൽ വാല്യൂയിലേക്ക് ആവറേജ് അല്ലേ അല്ലെ. എയും ബിയും കൂടെ മിക്സ്ചർ എന്ന് പറയുന്നത് എന്ത് വരും? 64. നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു ആദ്യത്തെ വാല്യൂ 62, ഇത് 72. ഇതിൽ ഏതാണ് ചെറുത്? ഒന്ന് ചെറുതും ഒന്ന് വലുതുമായിരിക്കും. നടുത്ത വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇതിന്റെ രണ്ടിന്റെ ആവറേജ് അല്ലെങ്കിൽ ഇതിന്റെ രണ്ടിന്റെയും സെൻട്രൽ വരുന്ന വാല്യൂസ് ആയിരിക്കും. 62ന്റെയും 72ന്റെയും ഇടയിൽ വരുന്ന വാല്യൂ 64. ക്ലിയർ? സോ ഇനി നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് എപ്പോൾ എന്ത് ചെയ്യണം? ചെറുത് കുറയ്ക്കണം. വലുതിൽ നിന്ന് ചെറുത് കുറച്ച് നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. പിന്നെ ഇവിടെ നിന്നും അല്ലെ ഇത് രണ്ടിലും വലുത് ഏതാണോ അതിൽ നിന്നും ചെറുത് കുറച്ചിട്ട് നമ്മൾ എവിടെ എഴുതണം? ഇവിടെ എഴുതണം. റൈറ്റ്? എഴുതുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത്. 72ന്ന് 64 കുറച്ച് എനിക്ക് എത്ര കിട്ടും? 65 ആണെങ്കിൽ 7 അല്ലെ? 7 മറിയും 7. റൈറ്റ്? ഇവിടെയോ 64ൽ നിന്നും 62 കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും എനിക്ക്? 2.5 അല്ലെ? ഇതെന്താണ് എനിക്ക് കിട്ടുക? ഇവിടെ കിട്ടുന്നത് റേഷ്യോ ആയിരിക്കും എനിക്ക് കിട്ടുക എന്ന് പറയുന്നത് 7:2.5. നമുക്ക് പോയിന്റിൽ റേഷ്യോ എഴുതാൻ പറ്റില്ല അല്ലെ? പ്യുവർ വാല്യൂസിൽ എഴുതാൻ പറ്റും. സോ 7നെയും 2നെയും പ്യുവർ വാല്യൂ ആക്കാൻ ഇൻറ്റു 2 ചെയ്താൽ പോരെ? ഇതിനെ ഇൻറ്റു 2 ചെയ്യാം. ഇൻറ്റു 2 ചെയ്യുമ്പോൾ എന്ത് വരും? 7 × 2 15 2.5 × 2 5 എന്ന് കിട്ടും. അല്ലെങ്കിൽ 7നെയും 2നെയും കോമൺ ആയിട്ട് ആരുണ്ട്? അര. 7ൽ എത്ര അരയുണ്ട്? 14. അരയിൽ 1, 14 1 15. 2ൽ എത്ര അരയുണ്ട്? 4 എണ്ണം. ഒരര വേറെ അല്ലെ? 2.5യുടെ അരയും 4 1 5 എണ്ണം. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ റേഷ്യോ എടുക്കാം. സോ 15:5 നമുക്ക് എന്ത് കിട്ടും? ആൻസർ കിട്ടും വിത്തൗട്ടും അല്ലെ? മറ്റൊന്നും ചെയ്യുന്നില്ല, വേറെ വാല്യൂസ് എഴുതുന്നു. പിന്നെ ഇവിടെ റൗണ്ട് ഒന്നും വരയ്ക്കാൻ നിൽക്കരുത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഡയഗ്രാമാറ്റിക് ഒന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. നമ്മൾ എഴുതുമ്പോൾ 62 72 64 7.5 2.5 ഇങ്ങനെ എഴുതിയിട്ട് 15:5 എന്ന് എഴുതണം അല്ലെ? സ്റ്റെപ്പ് വേറെ ഒന്നുമില്ല. എക്സും വൈ കൊണ്ട് ഒന്നും കളിക്കണ്ട. സിംപ്ലസ്റ്റ് ഫോമിൽ സിംപ്ലസ്റ്റ് വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ വരുന്നത് എനിക്ക് ക്വസ്റ്റ്യൻ നമ്പർ 3 15:5 അല്ലെ? കോമൺ ആയിട്ട് ആരുണ്ട്? 5 ഉണ്ട്. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 3:1 എന്ന് എനിക്ക് ആൻസർ വരും. ഓപ്ഷനിലേക്ക് നോക്കുമ്പോൾ എന്ത് വരും? ഓപ്ഷൻ തേർഡ് വൺ, ഓപ്ഷൻ സി. A mixture of milk and water measures 60 liter. It contains 20% water. How many liters of water should be added to it so that water may be 25% എന്നുള്ളതല്ലേ ചോദ്യം. ഓക്കെ, ഇത് നമുക്ക് രണ്ട് രീതിയിൽ സോൾവ് ചെയ്യാം. ഒന്ന് പെർസെന്റേജിൽ സോൾവ് ചെയ്യാം. പെർസെന്റേജ് സോൾവ് ചെയ്യാൻ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അൺചേഞ്ച്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺചേഞ്ച്ഡ് ക്വാണ്ടിറ്റിക്ക് ഈക്വൽ ആയിരിക്കും. ഒരു സൊല്യൂഷനിലെ അൺചേഞ്ച്ഡ് ക്വാണ്ടിറ്റി മറ്റേ സൊല്യൂഷനിലെ അൺചേഞ്ച്ഡ് ക്വാണ്ടിറ്റിക്ക് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ്. ഇവിടെ നോക്കാം നമുക്ക്. എ മിക്സർ കണ്ടെയ്ൻ 60 ലിറ്റർ എന്താണ്? മിൽക്ക് ആൻഡ് വാട്ടർ. അപ്പൊ ആദ്യം ഇവിടെ 60 ലിറ്റർ മിക്സർ ഇല്ലേ? ഓക്കെ, എന്നിട്ട് എന്താ പറഞ്ഞു? ഇറ്റ് കണ്ടെയ്ൻ 20% വാട്ടർ. ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഷുഡ് ബി ആഡ്? ഇവിടെ എന്തൊക്കെയുണ്ട്? മിൽക്കും ഉണ്ട്, വാട്ടറും ഉണ്ട്. എന്താണ് ആഡ് ചെയ്യുന്നത്? വാട്ടർ ആണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ചേഞ്ചിങ് ക്വാണ്ടിറ്റി ആരാണ്? വാട്ടർ അല്ലേ? അപ്പൊ അൺചേഞ്ച്ഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? വാട്ടർ ഒഴിക്കുകയാണെങ്കിൽ അൺചേഞ്ച്ഡ് ക്വാണ്ടിറ്റി മിൽക്ക് അല്ലേ? അപ്പൊ മിൽക്കിനെ വെച്ച് നമ്മൾ ഇവിടുത്തെ മിൽക്കും പുതിയതിലെ മിൽക്കും എന്ത് ചെയ്യും? നമ്മൾ ഇക്വേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ആദ്യത്തെ കേസിൽ ഇറ്റ് കണ്ടെയ്ൻ 20% വാട്ടർ എന്ന് പറയുമ്പോൾ പെർസെന്റേജിലെ ടോട്ടൽ എത്രയാണ്? 100%. അതിൽ 20% വാട്ടർ ആണെങ്കിൽ ബാക്കിയുള്ളതല്ലേ മിൽക്ക്. 100 - 20 80%. 80% ആരായിരിക്കും? ആദ്യത്തെ കേസിൽ മിൽക്ക് ആയിരിക്കില്ലേ? സോ 80/100. സോ ഞാൻ ഇവിടുത്തെ മിൽക്ക് അടുത്തതിലെ കേസിലെ മിൽക്കുമായിട്ട് എന്താണ് ഈക്വേറ്റ് ചെയ്യാൻ പോവാണ്. 80% മിൽക്കാണ്. ഇത് എന്തിന് ഈക്വൽ ആണ്? അടുത്ത കേസിലുള്ള മിൽക്കിന് ഈക്വൽ ആണ്. ഇൻ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഷുഡ് ബി ആഡ്? അപ്പം ഈ മിക്സറിന്റെ കൂടെ എത്രയോ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം പുതിയ മിക്സർ എത്രയാണെന്ന് അറിയോ? ഇല്ല, X ലിറ്റർ ആവും. ഓക്കെ, അവിടെ എത്രയാണ് മിൽക്ക്? വാട്ടർ ഷുഡ് ബി ആഡഡ് ടു സോ ദാറ്റ് വാട്ടർ മേ ബി 25%. വാട്ടർ അവിടെ എത്ര ആവണം? 25% ആവണം. അപ്പൊ മിൽക്ക് എത്ര ശതമാനമായിരിക്കും? ബാക്കിയുള്ള 75%. അപ്പം 75/100 ആണ് ബാക്കിയുള്ളത്. എക്സിന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ? സോ ഇവിടെ 100 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്, കട്ട് ചെയ്തിട്ട് പോയി. 60/80 എത്ര കിട്ടും? 6 × 8 48 2 0. എക്സ് അവിടെ വെക്കുമ്പോൾ 75 താഴത്തേക്ക് വരും. 75നെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? കട്ട് ചെയ്യണം. 75 450 എത്ര തവണ പോകും? 75 × 6 70 × 6 420 5 × 6 30 450 6 ടൈംസ് എത്ര പോകും? 450 പോകും. ബാക്കി 30 300ൽ 75 75ന്റെ ഇരട്ടിന്റെ ഇരട്ടി അല്ലെ? 75ന്റെ ഇരട്ടി 150 150ന്റെ ഇരട്ടി 300. സോ 4 ടൈംസ് പോകും. സോ എക്സിന്റെ വാല്യൂ എനിക്ക് എന്ത് കിട്ടും? 64. 60 ലിറ്ററുള്ള മിക്സർ ഇവിടെ എത്ര ആയിട്ട് മാറി? എക്സൽ 64 ആയിട്ട് മാറി. അപ്പൊ ഇവിടെ എത്ര ലിറ്റർ ഒഴിച്ചു? ഒഴിക്കുന്നത് വാട്ടർ അല്ലേ? 60 64 ആവണമെങ്കിൽ എത്ര ലിറ്റർ ഒഴിക്കണം? ഇനി 4 ലിറ്റർ. അപ്പൊ വാട്ടർ അല്ലേ ഒഴിച്ചിട്ടുള്ളത്? അപ്പൊ വാട്ടർ എത്ര ഒഴിക്കണം? 4 ലിറ്റർ. ഓപ്ഷൻ നോക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഇതല്ലാതെ നമുക്ക് റേഷ്യോയിൽ ചെയ്യാം. എങ്ങനെയാണ് റേഷ്യോയിൽ നമ്മൾ ഇത് ചെയ്യാം? പെർസെന്റേജിന്റെ അപ്ലിക്കേഷൻ തന്നെയാണ്. നോക്കാം. എന്ത് പറഞ്ഞു? മിക്സർ കണ്ട് 60 ലിറ്റർ ഉണ്ട് അവിടെ. ഓക്കെ, എനിക്കറിയാം. എന്നിട്ട് എന്ത് പറഞ്ഞു?
ഇറ്റ് കണ്ടെയ്ൻ 20% വാട്ടർ. 20% ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? നമ്മൾ ഫ്രാക്ഷൻ ടേബിൾ പഠിച്ചിട്ടില്ലേ? 20% എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5. അപ്പൊ ഇവിടെ വാട്ടർ എന്താണ്? 1. അപ്പൊ വാട്ടർ ഇവിടെ എന്തൊക്കെയാണുള്ളത്? മിൽക്കും വാട്ടറും. 20% വാട്ടർ എന്ന് പറയുമ്പോൾ ഈ 1 ആണ് ആര്? മിൽക്ക്. മിൽക്ക് 1 ആണെങ്കിൽ ഈ 5 എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ മിക്സർ ആണ്. ടോട്ടൽ മിക്സർ 5. 5ൽ 1 വാട്ടർ ആണെങ്കിൽ മിൽക്ക് എത്രയുണ്ടാവും? 5 - 1 ബാക്കിയുള്ള 4 അല്ലേ? അല്ലെ? 4 + 1 5 മിക്സർ 5 ഇവിടെ ഉള്ളത്. ഈ 1 എന്ന് പറയുന്നത് 20% വാട്ടർ എന്ന് പറയുമ്പോൾ ഈ 1 ആണ് ആര്? വാട്ടർ. ബാക്കിയുള്ള 4 വരും മിൽക്ക് വരും. സോ 4:1 എന്ത്? ഈ 60 ലിറ്റർ ഉള്ളത്. അപ്പൊ 4 യൂണിറ്റ് 1 യൂണിറ്റ് ടോട്ടൽ 5 യൂണിറ്റിന്റെ വാല്യൂ ആണ് എന്ത്? ടോട്ടൽ മിക്സർ 60. അപ്പൊ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് എന്ത് കിട്ടും? 60/5 എനിക്ക് എന്ത് കിട്ടും? 12. അപ്പൊ അങ്ങനെയാണെങ്കിൽ മിൽക്ക് എത്ര വരും ഇവിടെ? 4 യൂണിറ്റ്. 12 × 4 എത്ര കിട്ടും? 48 ലിറ്റർ. ഇവിടെ 12 × 1 വാട്ടർ എത്ര വരും? 12 ലിറ്റർ. 12 ലിറ്റർ എന്ന് എനിക്ക് കിട്ടും. റൈറ്റ്. 48 ഉം 12 ലിറ്ററും. ഓക്കെ. പിന്നെയോ ഹൗ മെനി ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ഷുഡ് ബി ആഡ്? ഇവിടേക്ക് എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം? എനിക്കറിയില്ല അല്ലെ? എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം? സോ ദാറ്റ് വാട്ടർ മസ്റ്റ് ബി 25%. 25% ഈക്വൽ ഫ്രാക്ഷൻ എത്രയാണ്? 1/4. ഇതിൽ 1 ആരാണ്? വാട്ടർ. വാട്ടർ 1 ആണെങ്കിൽ മിൽക്ക് എത്ര വരും? ടോട്ടൽ 4. 4 - 1 3 യൂണിറ്റ് വരണം അല്ലെ? 3:1 ആയിട്ട് എന്ത് മാറണം? ഫൈനൽ മിക്സർ 3 യൂണിറ്റും 1 യൂണിറ്റും ആയിട്ട് മാറണം. അപ്പൊ നോക്കി, ഇവിടെ ആഡ് ചെയ്യുന്നത് വാട്ടർ ആണ്. മിൽക്കിന് വല്ല ചേഞ്ചും ഉണ്ടോ? ഇല്ല. അപ്പൊ ഫൈനൽ മിക്സറിലും മിൽക്ക് എത്ര തന്നെ ഉണ്ടാവും? 48. അപ്പൊ 3 യൂണിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 48 ആയിരിക്കും. 1 യൂണിറ്റിന്റെ വില എന്ന് പറയുന്നത് എന്തായിരിക്കും? 48/3 എനിക്ക് എന്ത് കിട്ടും? 16 ലിറ്റർ കിട്ടും അല്ലെ? അപ്പൊ ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് എനിക്ക് 1 യൂണിറ്റിന്റെ വാല്യൂ എന്ത് കിട്ടി? 16 കിട്ടി. അപ്പൊ ഇവിടെ 1 യൂണിറ്റ് എന്ത് തന്നെയായിരിക്കും? 16 ലിറ്റർ ആയിരിക്കും അല്ലെ? അപ്പൊ ഇവിടെ ഓൾറെഡി എത്ര ഉണ്ട്? 12 ലിറ്റർ വാട്ടർ ആണുള്ളത്. എത്ര ലിറ്റർ വാട്ടർ ഒഴിക്കണം 16 ലിറ്റർ ആയിട്ട് മാറാൻ? 4 ലിറ്റർ ഒഴിക്കണം. റൈറ്റ്. സോ ഏതെങ്കിലും ഒരു കേസിൽ നമ്മൾ പോവാം. പെർസെന്റേജ് ആണെങ്കിൽ പെർസെന്റേജ്, റേഷ്യോ ആണെങ്കിൽ റേഷ്യോ അല്ലെ? സോ മനസ്സിലായിട്ട് എന്ന് വിശ്വസിക്കുന്നു.